ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്രയധികം ഒന്നും ഇഷ്ടപ്പെടാത്തൊരു ടോപ്പിക്കുമായിട്ടാണ്, ക്യാൻസർ. ഓക്കെ, ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തുന്നു, അത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ഹീൽ ചെയ്യാനും ഈവൻ മാറാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം പ്രൊലോങ്ഡ് ആവാനോ എന്ന് പറഞ്ഞാൽ ജീവിതം കുറച്ചും കൂടി കാലം ജീവിക്കാനോ സാധിക്കും. അപ്പോൾ ക്യാൻസറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏർലി ഡിറ്റക്ഷൻ, ആദ്യമായിട്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തുക എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രോളിലായിരിക്കും, ചില കാര്യങ്ങളിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അതായത് നമുക്കതിനെ സ്വാധീനിക്കാൻ ചെയ്യും. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് കൺട്രോളേ ചെയ്യാൻ കഴിയില്ല. അതിനെക്കുറിച്ച് വറീഡായിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു കാരണമാണ് ഇപ്പോൾ ചികിത്സ പൂർണ്ണമായിട്ടും കിട്ടാത്ത, ക്യൂറബിൾ അല്ല പക്ഷേ മാനേജബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഇത് ക്യാൻസർ. ക്യാൻസർ ഒരു അസുഖമല്ല. ഞാൻ ഇന്ന് എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങളെ വറീഡാക്കാൻ വേണ്ടിയിട്ട് കുറേ ലക്ഷണങ്ങൾ പറയല്ല ഉദ്ദേശം. ഞാൻ ക്യാൻസറിൻ്റെ കുറേ ലക്ഷണങ്ങൾ പറയും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറേ ഇതെല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കുറേയൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പോയിട്ട് ഒരു ഡോക്ടറെ കാണുന്നതാണ് പറയുന്നത്. മാത്രമല്ല, ഞാൻ പറയുന്ന പല ലക്ഷണങ്ങളും വേറെ പല അസുഖങ്ങൾക്കും ഉണ്ടാവാം. എന്നിരുന്നാൽ നമുക്ക് പിന്നെ ക്യാൻസറിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കുറച്ച് ഫാക്ടേഴ്സും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം, ക്യാൻസർ വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരോ ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ ആദ്യമായിട്ട് ഒന്നാമതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ദർ വിൽ ബി എ ലംബ്. അവിടെ ഒരു മുഴ ഉണ്ടാവും. സ്കിന്നിൻ്റെ ഉള്ളിലൊരു മുഴയോ അല്ലെങ്കിൽ വയറ്റിൻ്റെ ഉള്ളിലൊരു മുഴയോ, അല്ലെങ്കിൽ ഫീമെയിൽസിൽ കാര്യമായിട്ട് ബ്രസ്റ്റിനകത്തൊരു മുഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഫൈബ്രോ അഡിനോമ, സിസ്റ്റ് പോലുള്ള ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതൊന്ന് കൺഫേം ആക്കണം, ദിസ് ഈസ് നോട്ട് എ ക്യാൻസർ, ഇത് ക്യാൻസർ അല്ല എന്ന് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. മാത്രമല്ല, മുഴയില്ലാത്ത ക്യാൻസറും ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്ലഡ് ക്യാൻസറിന് മുഴയില്ല. രക്തത്തിൽ കൗണ്ട് കൂടുന്നതാണ് ബ്ലഡ് ക്യാൻസർ. കൗണ്ട് കൂടുന്ന വേറെ അസുഖങ്ങളില്ലേ? കൗണ്ട് കൂടുന്ന എത്രയോ അസുഖങ്ങളുണ്ട്. ഈവൻ ഒരു തൊണ്ടവേദന വന്നാൽ പോലും കൗണ്ട് കൂടും. അപ്പോൾ കൗണ്ട് കൂടിയെന്ന് വിചാരിച്ച് ക്യാൻസർ അല്ല, പക്ഷേ ക്യാൻസറിൽ കൗണ്ട് കൂടിയിട്ടുള്ള ക്യാൻസറാണ് ഇത് ബ്ലഡ് ക്യാൻസർ. അതിന് നമുക്ക് ബോൺ പെയിനൊക്കെ ഉണ്ടാവും, എല്ല് വേദനയൊക്കെ ഉണ്ടാവും. എനിവേ, ഒരു മുഴ സാധാരണമായിട്ട് എന്താണ് ക്യാൻസർ, പെട്ടെന്ന് വളരുന്ന വേദനയോട് കൂടിയോ വേദന ഇല്ലാത്തതോ ആയിട്ടുള്ളൊരു മുഴ ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. എന്ന് കരുതി എല്ലാ മുഴയും ക്യാൻസർ ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, എങ്ങനെ ഈ മുഴ ഉണ്ടാവുന്നത്? ഒരു മുഴ എന്ന് പറഞ്ഞാൽ, ഒരു സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, കുറേ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് കൺട്രോൾ ഇല്ലാതെ വികസിച്ചാണ് ഒരു മുഴ ഉണ്ടാവുന്നത്, അല്ലേ? അതിൽ നിറയെ കോശങ്ങളാണ്, സെൽസാണ്. അപ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാൻസർ സെല്ലുകളുടെ അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കോശങ്ങൾക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല. They will not obey the intelligence of the body. They will not obey the rule of the body. അതുകൊണ്ടാണ് ഇവർക്ക് ക്യാൻസർ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ ക്യാൻസർ ഉണ്ടായ കോശങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ അപ്പോപ്ടോസിസ് എന്നൊരു മെക്കാനിക്സ് ഒക്കെ ഉണ്ട്, അതും നശിക്കും. പോരാത്തതിന് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ ഡിഫൻസ് ഉണ്ട്, അതും നശിക്കും. അത് എല്ലാം ഫെയിൽ ആയാലാണ് ബോഡിയിൽ എന്തുണ്ടാവുന്നത്, ക്യാൻസർ ഉണ്ടാവുന്നത്. ക്യാൻസർ സെല്ല് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ കാരണം എന്തെങ്കിലും കെമിക്കൽസ്, അല്ലെങ്കിൽ വല്ല സ്മോക്കിങ്, അല്ലെങ്കിൽ വല്ല റേഡിയേഷൻസ്, അതുമല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇതൊക്കെ, അല്ലെങ്കിൽ ചില വൈറസ് ഇൻഫെക്ഷൻസ്, എല്ലാ വൈറസും അല്ല, ചില വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചേഞ്ച് വരുത്തും. മ്യൂട്ടേഷൻ എന്നാണ് അതിനെ പറയുക. നമ്മുടെ ശരീരത്തിലെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് വളരുന്ന കോശങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ബോഡിയിൽ ഒരു മുഴയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ബ്രസ്റ്റിലോ, സ്കിന്നിൻ്റെ ഉള്ളിലോ, വയറ്റിലോ, കൊടലിലോ, ഇൻഡസ്റ്റൈനിലോ, ബ്രെയിൻ ട്യൂമറോ, അങ്ങനെ എന്തെങ്കിലും ഒരു മുഴയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന എന്താണ്, അനിയന്ത്രിതമായി വിഭജിക്കുന്ന കോശങ്ങളാണ്. ഇതിന് കാരണം എന്താ? സെല്ലിൻ്റെ ജനിതഘടനയിൽ മാറ്റം വന്നു. അതിന് കാരണം എന്താ? വല്ല പുകയോ, പ്ലാസ്റ്റിക്കോ കത്തിച്ച പുകയോ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചില കെമിക്കൽസോ, അല്ലെങ്കിൽ നമുക്ക് ചില റേഡിയേഷൻസ്, എക്സ്റേ പോലുള്ള റേഡിയേഷൻസ് ഒക്കെ പറ്റും. അതൊക്കെ ആണിത്. അപ്പോൾ ഈ ക്യാൻസർ സെല്ലിൻ്റെ പ്രത്യേകത, ദേ വിൽ നോട്ട് ഒബേ ദ റൂൾ ഓഫ് ദ ബോഡി. മറ്റേതോ നോർമൽ സെൽസോ ദേ വിൽ ഒബേ, നിയന്ത്രിതമായിട്ടാണ് അവ വളരുന്നത്. പക്ഷേ റൂൾ ഒബേ ചെയ്യാത്തതാണ് ക്യാൻസർ സെൽ. ക്യാൻസറിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഭാരം പെട്ടെന്ന് കുറയാം. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് 4 കിലോഗ്രാമൊക്കെ കുറയാം. എങ്ങനെ നമ്മളിത് മനസ്സിലാക്കുക? ഷർട്ടും പാൻറ്റും ഒക്കെ ഭയങ്കര ലൂസായിരിക്കും. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, അയാളെ ഒരു എക്സസൈസും ചെയ്തിട്ടില്ല, ഒരു ഡയറ്റും ചെയ്തിട്ടില്ല, വെയിറ്റ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കുറയുന്നുണ്ട്. അപ്പോഴും ഓർക്കണം, വെയിറ്റ് കുറഞ്ഞാൽ എല്ലാം ക്യാൻസർ അല്ല. പക്ഷെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് എന്ത്? വെയിറ്റ് ലോസ്. പിന്നെ കാറ്റക്സിയ എന്നുള്ള ഒരു കണ്ടീഷൻ, അതായത് ക്യാൻസറിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ്,
ഹോസ്പിറ്റലിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയും. അത് കാറ്റക്സി ആണെന്ന് അറിയപ്പെടുന്നത്. ഈ വെയിറ്റ് കുറയാൻ മാത്രമല്ല, വിശപ്പും കുറയും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പും കുറയും. ഇതൊക്കെ എന്താണ് ക്യാൻസറിന്റെ മറ്റൊരു ലക്ഷണം. നമ്മുടെ ശരീരത്തിൽ എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും നമുക്ക് നോക്കാനൊരു ടെസ്റ്റ് ഉണ്ട്. PET, പെറ്റ് സ്കാൻ എന്നാണ് അതിനെ പറയാം. പെറ്റ് സ്കാൻ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാൻ. ഈ സ്കാനിങ് വെച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെ ക്യാൻസറിന്റെ കോശങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഹൈലി ആക്യുറേറ്റ് ആണ്. ക്യാൻസറിന്റെ മൂന്നാമത്തെ ലക്ഷണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഫീവർ ആണ്. ഫീവർ എന്ന് പറഞ്ഞാൽ പനി വന്നാൽ ഉറപ്പായിട്ടും ക്യാൻസർ ആണോ? അല്ല. നമുക്ക് തൊണ്ടവേദനയോ ജലദോഷമോ എന്ത് വന്നാലും, ഡെങ്കി ഫീവറോ ചിക്കൻ ഗുനിയ ഫീവറോ എന്ത് മലേറിയ എന്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യും? ഫീവർ ഉണ്ടാവും. പക്ഷേ ഈ ഫീവറിൻ്റെ പ്രത്യേകത ഉണ്ട്. ചെറിയ പനി കുറേ കാലം നീണ്ടു നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പനി കണ്ടിട്ട് ഉറപ്പായിട്ടും ക്യാൻസർ ആണെന്ന് പറയരുത്. ട്യൂബർക്കുലോസിസ്, TBയിലും എന്ത് ചെയ്യും? TB രോഗം ഉണ്ടായാലും ക്ഷയരോഗം ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യും? പനിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പനി കുറേ കാലം നീണ്ടു നിൽക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ കുറേ അരിമ്പാറയും അതുപോലെ കാക്കാപ്പുള്ളിയൊക്കെ ഉണ്ടാവും അല്ലേ? ഇത് സ്വെല്ലിംഗ് ആണ്. ഇത് ഒരു ട്യൂമറാണ്. പക്ഷേ ഈ ട്യൂമർ ഒരിക്കലും പടരൂല. ഇത് ബിനൈൻ ട്യൂമറാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ക്യാൻസർ ആവില്ല. ഇതൊരു മുഴയാണ്, പക്ഷേ അതെന്ത് ചെയ്യില്ല? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കൂല. ക്യാൻസറിൻ്റെ പ്രത്യേകത, ആ മുഴ ഉണ്ടായാൽ ആ മുഴ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിട്ട് രക്തത്തിലൂടെയോ ചലത്തിലൂടെയോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള പാർട്ടിലേക്കോ വ്യാപിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന അരിമ്പാറകളും അതുപോലെ കാക്കാപ്പുള്ളികളൊക്കെ പെട്ടെന്ന് കുറേ സ്ഥലത്തൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാരകമായിട്ടുള്ള ക്യാൻസറിലേക്ക് വഴിമാറിയേക്കാം. മെലനോമ എന്നാണ് അങ്ങനത്തെ ക്യാൻസറിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. സ്കിൻ ചേഞ്ചസ്, തൊലിയിലുണ്ടാവുന്ന മാറ്റം. ക്യാൻസറിൻ്റെ മറ്റൊരു ലക്ഷണമാണ് നമുക്ക് വയറുവേദന അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നറിയപ്പെടുന്ന മലബന്ധം എന്ന് പറഞ്ഞാൽ വയറ്റിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ വയറ്റിൽ നന്നായിട്ട് പോവുക, ഡയേറിയ എന്ന് പറയും. അതും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അബ്ഡോമിനൽ പെയിൻ ആൾറെഡി പറഞ്ഞു, അതായത് വയറുവേദന. പിന്നെ നമുക്കുണ്ടാവുക ഗ്യാസിൻ്റെ പ്രശ്നം. അതുമല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഭക്ഷണം ദഹിക്കാതിരിക്കുക, ഫുഡ് ഇൻടോളറൻസ്. ചില ഭക്ഷണം ഇപ്പോൾ പാലൊന്നും കുടിച്ചാൽ ദഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ സിംപ്ലി ദഹനക്കേട് ഉണ്ടാവുക. ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ എന്തിൻ്റെ ലക്ഷണമാവും എന്നറിയോ? ക്യാൻസറിൻ്റെ ലക്ഷണമാവും. വളരെ പ്രയാസപ്പെട്ട് മാത്രം നേരത്തെ കണ്ടെത്തിയേക്കാവുന്ന അണ്ഡാശയത്തിലെ ക്യാൻസർ, ഓവറി ക്യാൻസർ, അണ്ഡാശയം ഉണ്ടല്ലോ സ്ത്രീകളിൽ, ഓവേറിയൻ ക്യാൻസർ ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ടാണ് അപ്പിയർ ചെയ്യുക. ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനെ ഒരു ബാക്ടീരിയ, നമ്മുടെ ശരീരത്തെ ആക്രമിക്കാൻ വന്ന ബാക്ടീരിയ പോലെയാണ് ഡീൽ ചെയ്യുക. അങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവുണ്ടായി വിചാരിച്ചോ, നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒരു കത്തി തട്ടിയിട്ട് മുറിവുണ്ടായി വിചാരിച്ചോ, അതിനെതിരെ പ്രതിരോധിക്കാൻ, അതിനെതിരെ പൊഴുക്കാനോ അല്ലെങ്കിൽ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മാറാനോ ശരീരത്തിന് നേരെ ഉണ്ടാവില്ല. കംപ്ലീറ്റ് എനർജി നമ്മുടെ ക്യാൻസർ സെല്ലിനെ നേരിടാൻ അത് യൂസ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഹീൽ ചെയ്യാത്ത, മുറിവ് ഉണങ്ങാതെ കുറേ കാലം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്യാൻസർ ആയേക്കാം, ചിലപ്പോൾ ക്യാൻസർ ആയേക്കാം. കാരണം എന്താ? ചിലപ്പോൾ സിംപ്ലി ഷുഗർ ആയാൽ തന്നെ മുറിവ് ഉണങ്ങാൻ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം ക്യാൻസർ ആയേക്കാം എന്നേ പറയുന്നുള്ളൂ, ഉറപ്പായിട്ടും അല്ല. ക്യാൻസറിനെ ചിലപ്പോൾ ശരീരം പ്രതിരോധിക്കുന്നത് ബാക്ടീരിയ പോലെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. ചൊറിച്ചിൽ അനുഭവപ്പെടാൻ കാരണം ആ ഭാഗത്ത് ഹിസ്റ്റമിൻ എന്ന കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാകും, ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ക്യാൻസറിനെ നേരിടുമ്പോൾ നമുക്ക് ശരീര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അനിയന്ത്രിതമായിട്ടുള്ളൊരു ചൊറി പല കാരണങ്ങളും, ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാവുക, അലർജി കൊണ്ടുണ്ടാവുക, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുക. പക്ഷേ ഈ ചൊറി ചിലപ്പോൾ എന്തായിരിക്കും, ഇത് അങ്ങനെ കോമൺ അല്ല, ചിലപ്പോൾ അൺകോമൺ ആണ്. ചിലപ്പോൾ ക്യാൻസറിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമായിട്ട് കാണാം. ഇനി അടുത്തത് മൂത്രത്തിൻ്റെ സ്റ്റേജുകളെ കുറിച്ചാണ്. അത് മൂത്രത്തിൽ രക്തം കാണാം, മൂത്രത്തിൽ സ്ട്രോങ് സ്മെല്ലുണ്ടാവുക, അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണാം, അല്ലെങ്കിൽ മൂത്രത്തിൽ നമുക്ക് എന്താ പറയുക കളറ് മാറ്റം വരാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പല കാരണങ്ങൾ കൊണ്ടുണ്ട്. UTI, അതായത് മൂത്രപ്പുഴുപ്പാവുക, അല്ലെങ്കിൽ പിന്നെ കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ലാവുക. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബ്ലാഡർ ക്യാൻസറോ കിഡ്നി ക്യാൻസറോ ഒക്കെ ആവാനും എന്തുണ്ട്, പാൻക്രിയാറ്റിക് ക്യാൻസറോ ഒക്കെ ആവാനും ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അറിയേണ്ട ലക്ഷണമാണ് ക്യാൻസറിന് പെയിൻ ഉണ്ടാവുക, വേദന ഉണ്ടാവുക. വേദനയുള്ള ക്യാൻസറും ഉണ്ട്, വേദന ഇല്ലാത്ത ക്യാൻസറും ഉണ്ട്. ഈ ക്യാൻസർ ആകുന്ന മുഴ അടുത്തുള്ള നെർവ്സിനെ, നാഡികളെ കംപ്രസ് ചെയ്യുമ്പോൾ, അമർത്തുമ്പോൾ വേദന അനുഭവപ്പെടാം. അപ്പോൾ വേദന ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്താ കൊടുക്കുക, ലാസ്റ്റ് സ്റ്റേജിൽ മോർഫിനൊക്കെ കൊടുക്കേണ്ടി വരും. മോർഫിൻ ഈസ് യൂസ്ഡ് ആസ് എ ഡ്രഗ്, മയക്കുമരുന്നായിട്ടല്ല ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാം. ഡോസ് മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തെനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ കുറേ കാലം എങ്ങനെ കിടന്നാലും, ഇരുന്നാലും കിടന്നാലും എങ്ങനെ കിടന്നാലും വേദന ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെയിൻ കില്ലേഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം.
പെയിന്, ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിട്ട് ക്യാൻസർ അപ്പിയർ ചെയ്യാം, ഊരവേദന, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ആയിട്ട് അപ്പിയർ ചെയ്യാം. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഹെഡ് ഏക്ക് പല വിധമുണ്ട്. ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ട്, പ്രഷർ കൂടിയത് കൊണ്ടുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ക്ലസ്റ്റർ ഹെഡ് ഏക്ക്, ടെൻഷൻ ഹെഡ് ഏക്ക്, അതുപോലെ കുറേ ഹെഡ് ഏക്കുകളുണ്ട്. പക്ഷേ ഇത് തലവേദനയോ ഊരവേദനയോ ഒക്കെ ക്യാൻസർ ആവാം, ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാവാം. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ ഇത്രയധികം ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസ് ആവുന്നത്, മരണകാരണമാവുന്ന അസുഖമാണ്? ഒരു ഭാഗത്തൊരു മുഴ പൊന്തിയാൽ അത് രക്തത്തിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ സെല്ലുകൾ പോയിട്ട് അവിടെയൊക്കെ മുഴ ഉണ്ടാക്കും. എന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഊർജ്ജവും അവ കൺസ്യൂം ചെയ്ത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ശരീരത്തിനെ തന്നെ ഊർജ്ജമില്ലാതെ നശിപ്പിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്യാൻസർ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസർ നമുക്ക് ആദ്യം തന്നെ കണ്ടെത്തിയാൽ ആ ഫസ്റ്റ് തുടങ്ങിയ ഭാഗത്ത് മാത്രം സർജറി ഒക്കെ ചെയ്താൽ സംഭവം മാറും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചുമ വന്നു, ചുമ വന്നാൽ ഇപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് സാധാ ഇൻഫെക്ഷൻ കൊണ്ടാവാം, ലങ് ഇൻഫെക്ഷനോ ത്രോട്ട് ഇൻഫെക്ഷനോ ഒക്കെ ആവാം. അതുമല്ലെങ്കിൽ നമുക്ക് ജലദോഷം പനി പോലുള്ള സംഭവങ്ങളിലൊക്കെ ചുമ വരാം, അല്ലേ? ചുമ സാധാരണ. പക്ഷേ ലങ് ക്യാൻസറിലും എന്ത് വരും? ചുമ വരും. ഡിസ്ഫേജിയ എന്ന് പറയുന്ന മറ്റൊരു ലക്ഷണം കൂടിയുണ്ട്. അതായത് നമുക്ക് വെള്ളം മറ്റെന്തെങ്കിലുമൊക്കെ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഫുഡോ ഖരരൂപത്തിലുള്ള ഫുഡൊക്കെ നമുക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കട്ടിയുള്ള ഭക്ഷണം. അത് മേ ബി എന്തെങ്കിലും ഈസോഫാജിയൽ ക്യാൻസർ എന്ന് പറയുന്ന അന്നനാളത്തിലെ ക്യാൻസർ ആവാം, തൈറോയിഡ് ക്യാൻസർ ആവാം, ക്യാൻസറിൻ്റെ മറ്റു തുടക്കങ്ങൾ GERD, അതുപോലെ ബാരറ്റ് ഈസോഫാഗസ് പോലുള്ള ചെറിയ രൂപങ്ങളിലും അത് പ്രത്യക്ഷപ്പെടാം. എങ്ങനെ ഇരുന്നാലും ഈ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്, കാർഡിയാക് അക്കലേഷ്യ, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യം എന്താണ്? ക്യാൻസറാണ്. അതുകൊണ്ടാണ് ഈ എൻഡോസ്കോപ്പിയും സ്കാനിങ്ങും ഒക്കെ എടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കുറേ ഞാൻ പറഞ്ഞു തന്നു. അത് കണ്ടിട്ട് ആരും വറിയാവണ്ട, പേടിക്കണ്ട. കാരണം എന്താ അറിയോ, ഒരു മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനിതക ഘടനയിൽ ഒരു മ്യൂട്ടേഷൻ ഒരിക്കലും എന്തുണ്ടാവില്ല, ക്യാൻസർ ഉണ്ടാക്കില്ല. കുറേ ജനിതക ഘടനയിലെ മാറ്റം മാത്രമാണ് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ജനിതക ഘടനയിൽ മാറ്റം ഉണ്ടാവുക? അത് മേ ബി റേഡിയേഷൻ തട്ടിയിട്ടാവാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ്, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചില വൈറസുകളാവാം, ബയോളജിക്കൽ ഏജൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർക്ക് ഈ ക്യാൻസർ വരാൻ കാരണമാവും. പിന്നെ ഇത് ക്യാൻസർ തുടങ്ങിയിട്ട് കുറേ ടൈം എടുത്തിട്ട് കംപ്ലീറ്റ് ലക്ഷണങ്ങളും കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കത് പരിഹരിക്കാൻ പറ്റും. പോരാത്തതിന് കുറേ സ്റ്റേജ് ഉണ്ട് ക്യാൻസറിന്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. അപ്പോൾ സ്റ്റേജ് 1 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറ്റം വരുത്താം. പോരാത്തതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചില ആൾക്കാർ അവരുടെ ഇമോഷണൽ സപ്പോർട്ടും, പോരാത്തതിന് കെമിക്കൽസ് മീൻസ് മരുന്നുകളും, പോരാത്തതിന് അവരുടെ ജീവിതശൈലിയും മാറുന്നത് കാരണം പെട്ടെന്ന് സ്റ്റേജ് 4 ആയ ക്യാൻസറൊക്കെ മാറുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ചില ആൾക്കാർ അവർക്ക് കിട്ടിയ ഇമോഷണൽ സപ്പോർട്ടും അവരുപയോഗിച്ച മരുന്നുകളും, ചിലപ്പോൾ ആയുർവേദം എന്തെങ്കിലുമൊക്കെ ആയിക്കാരം, അതിനൊക്കെ പുറമെയായിട്ട് അവർക്ക് എന്താ പറയുക, അവരിലുണ്ടായ സ്ട്രക്ചറൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസർ മാറുന്നുണ്ട്. യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതിന് കുറേ പ്രതീക്ഷകൾ നൽകുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ചിലപ്പോൾ നമ്മളൊക്കെ വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ മരുന്നൊക്കെ കണ്ടുപിടിച്ചിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മെഡിറ്റേഷൻ, അതായത് എന്താ പറയുക, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യോഗ പോലുള്ള സംഗതി, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, കുറേ ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന അതുപോലുള്ള സംഗതി, ഇങ്ങനത്തതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസറിന് കുറക്കാൻ ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഓക്സിജൻ വന്നാൽ ക്യാൻസർ പെട്ടെന്ന് ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ ഷുഗറും അതുപോലെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അരി, അതുപോലെ ഗോതമ്പ്, അതുപോലെ പൊട്ടാറ്റോ, ടാപ്പിയോക്ക, അങ്ങനത്തെ ഫുഡൊക്കെ എടുത്താൽ ആ ക്യാൻസർ കുറയല്ല ചെയ്യുക, കൂടാ ചെയ്യുക. കാർബോഹൈഡ്രേറ്റും ഷുഗറും പരമാവധി ഒഴിവാക്കണം. എന്നാൽ എന്താ പറയുക, ഓക്സിജൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജനൊക്കെ കിട്ടിയാൽ ക്യാൻസർ കുറേ തടയാൻ പറ്റും. എന്നതിനൊക്കെ പുറമേ ആയിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്താലും, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റാലും ഈ ക്യാൻസർ കുറയുന്ന പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പല ഇമോഷണൽ സപ്പോർട്ടും പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചും കെമിക്കൽസും കൂടിയിട്ട് ക്യാൻസർ സ്റ്റേജ് 4 ആയിട്ടും മാറിയ ആൾക്കാരുണ്ട്. സ്ട്രെസ് ഒഴിവാക്കണം. സ്ട്രെസ് കൂടിയാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയും. അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കിയിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മരുന്നുകളൊക്കെ, അതായത് സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത്, നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം കുഴപ്പമില്ലാതെ ജീവിക്കാൻ കഴിയും. ക്യാൻസർ വന്നാൽ പേഷ്യൻസിന് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ്, ഡിസ്ബിലീഫ്. പേഷ്യൻ്റ് അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ക്യാൻസർ ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അയാൾ തയ്യാറാവില്ല, അല്ലെങ്കിൽ അവർ തയ്യാറാവില്ല. ഡിസ്ബിലീഫ്, വിശ്വസിക്കൂല. രണ്ടാമത്തെ ഡിപ്രഷനാണ്. സ്ലോലി ആ മനുഷ്യൻ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിയുകയും ഡിപ്രസ്ഡ് ആയി മാറുകയും ചെയ്യും.
ഡിസ്ബിലീഫ്, ഡിപ്രഷൻ ആൻഡ് ഡെത്ത് വിത്ത് പീസ്. പിന്നെ സമാധാനമായിട്ട് മരിക്കും. അപ്പോൾ സത്യം സ്വീകരിക്കാൻ ചിലപ്പോൾ കുറച്ച് നേരം പിടിക്കും. ആദ്യം വിശ്വസിക്കൂല, പിന്നെ എന്ത് ചെയ്യും, ഡിപ്രസ്ഡ് ആവും, അതായത് സങ്കടപ്പെടും, പിന്നെ എന്താവും, ഡെത്ത് വിത്ത് പീസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ക്യാൻസറിന് 3 വഴികളാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, നേരത്തെ കണ്ടെത്തിയ വേഗം സർജറി ചെയ്തിട്ട് ആ മുഴ മാറ്റിയാൽ ഒരു പരിധി വരെ തടയാൻ പറ്റും, ചിലപ്പോൾ അത് മാത്രം മതിയാവും. രണ്ടാമത്, റേഡിയേഷൻ അടിക്കുക. റേഡിയേഷൻ അടിച്ച് ക്യാൻസറിനെ തടയാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റേഡിയേഷൻ അടിച്ചാൽ ക്യാൻസറും നശിക്കും, ശരീരവും നശിക്കും. മാത്രമല്ല, ദ റേഡിയേഷൻ മേ ഇറ്റ് സെൽഫ് കോസ് ക്യാൻസർ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കുറേ ശരീരത്തിൽ മുടി പോവുക, കുറേ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകളാണ്. പക്ഷേ ആ ക്യാൻസറിന് കുറച്ചു കാലം കൂടി ജീവിക്കാൻ ആ കീമോതെറാപ്പി ഹെൽപ്ഫുൾ ആവും. അത് ഡോക്ടറുമായിട്ടും കുടുംബവുമായിട്ടൊക്കെ പേഷ്യൻസുമായിട്ടൊക്കെ എന്താ പറയുക, കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ക്യാൻസർ ഇല്ലാത്ത ഒരു ജീവിതം ആശംസിക്കുന്നു.